സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ അമ്പലപ്പുഴ ഉൾക്കൊള്ളുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ വീറും വാശിയോടും കൂടിയുള്ള മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ആലപ്പുഴ മാറുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ആലപ്പുഴ ജില്ലയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടത് കോട്ടയായി കഴിഞ്ഞ രണ്ട് ടേമുകളിലായി ഉറച്ചു നിന്നിട്ടുള്ള ഒരു ജില്ലയാണ്. അതോടൊപ്പം തന്നെ LDF-ന്റെ പ്രത്യേകിച്ച് LDF-ൽ കൃത്യമായ ഒരു പങ്ക് ആലപ്പുഴയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയികളിലൂടെ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഫീൽഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക ആലപ്പുഴയിൽ മിക്കയിടങ്ങളിലും കനത്ത മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അത് വടക്ക് അരൂർ തൊട്ട് തെക്ക് കായംകുളം വരെയുള്ള ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് UDF-ഉം LDF-ഉം തമ്മിൽ നടക്കുന്നത് എന്ന് തന്നെ പറയാം. BJPക്ക് സാധ്യത ഉണ്ടായിരുന്ന NDAക്ക് സാധ്യത ഉണ്ടായിരുന്ന രണ്ടിടങ്ങൾ ഒന്ന് ചെങ്ങന്നൂരും അതോടൊപ്പം തന്നെ കായംകുളവുമായിരുന്നു. എന്നാൽ കായംകുളത്ത് BDJS-നും സ്ഥാനാർത്ഥി വന്നു. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥികളെ അതായത് നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന സന്ദീപ് വചസ്പതിയെ ഹരിപ്പാടേക്ക് മാറ്റിയതോടുകൂടി അവിടെയും ഒരു സാധ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ NDA ഇപ്പോൾ ഏറ്റവും മികച്ചൊരു പെർഫോമൻസിലേക്ക് പോകുന്ന മണ്ഡലങ്ങൾ നമ്മൾ നേരത്തെ പോകുന്ന ഒരു ഒഴുക്കിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ BJP കൃത്യമായ ഒരു മുന്നേറ്റം അവിടെ BJP UDF-നോ അല്ലെങ്കിൽ മറ്റു മുന്നണികൾക്കൊപ്പം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ അവിടെ ഹരിപ്പാട് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വളരെ ആകാംക്ഷയോട് കൂടിയാണ് നോക്കിക്കാണേണ്ടത്. എങ്ങനെയാണ് ഇത് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോവുക എന്ന് പറയാം. കാരണം അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കുന്നു. CPM-ന്റെ നേതൃത്വത്തോട് ആശയപരമായി പല രീതിയിൽ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി G. സുധാകരൻ മത്സരത്തിന് ഇറങ്ങുമ്പോൾ UDF പിന്തുണയോടുകൂടി എത്തുമ്പോൾ അത് എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് CPM-ന്റെ നീക്കം, ഇടതുപക്ഷത്തിന്റെ നീക്കം. കാരണം അല്ലെങ്കിൽ സുധാകരൻ ഉന്നയിച്ച വാദങ്ങൾ അത് ശരിവെക്കുന്നത് പോലെയാകും ആ തെരഞ്ഞെടുപ്പ് പരാജയം LDF-ന് ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ളതാണ്.